SNDP യോഗത്തിൽ കൂടുതൽ പിടിമുറുക്കാൻ CPM. SNDP യോഗവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കേസടക്കം CPM പരിശോധിക്കും. നേതൃതലപ്പത്ത് ഇടതനുഭാവമുള്ളവരെ എത്തിക്കാനും ശ്രമിക്കും. വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും BJPയുമായി കൂടുതൽ അടുക്കുമെന്ന വിലയിരുത്തലിലാണ് ഇത്. ഈഴവ വോട്ടുകളാണ് CPMന്റെ സംഘടനാ കരുത്ത്. ശബരിമല പ്രക്ഷോഭ കാലത്ത് കൈവിട്ട ഈ വോട്ട് ബാങ്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM തിരിച്ചുപിടിച്ചു. ഇതോടെ തുടർഭരണമുണ്ടായി. ഇനിയും ആ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണ് നീക്കം. അതിനിടെ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ വിമർശനങ്ങൾക്ക് 2 ദിവസത്തിനു ശേഷം മറുപടി പറയാമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. പനി ബാധിച്ചു വിശ്രമത്തിലായതിനാൽ ഇപ്പോൾ മറുപടി പറയുന്നില്ല. SNDP നേതൃത്വം സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിയെന്നും വെള്ളാപ്പള്ളിയുടെ ഭാര്യയും മകനും RSS വൽക്കരണത്തിന് നടത്തിയ ശ്രമങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നായിരുന്നു ഗോവിന്ദന്റെ വിമർശനം. ഇതിന് വെള്ളാപ്പള്ളിയുടെ മറുപടിയും CPMന്റെ തുടർ പ്രതികരണവും നിർണായകമായി മാറും. SNDP നേതൃനിരയിലുള്ളവരുടെ സമീപനം ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വിഭിന്നമാണ് എന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു. താൻ RSSന് ഒളിസേവ ചെയ്യുകയാണെന്ന സമസ്ത മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തിലെ ആരോപണത്തിനും അടുത്ത ദിവസം മറുപടി നൽകുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ഈ ചർച്ചകളെയും അനുകൂലമാക്കാൻ CPM ശ്രമിക്കും. വേണ്ടി വന്നാൽ വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിന് CPM കൂട്ടത്തോടെ തന്നെ മറുപടി പറയും. ജാതി സംഘടനകളിലേക്ക് BJP രാഷ്ട്രീയം നിറയ്ക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ വിജയിക്കുന്നുണ്ട്. NSSന്റെ കാര്യത്തിൽ സ്വീകരിച്ച രാഷ്ട്രീയ പ്രതിരോധ മാതൃകയാകില്ല SNDP വിഷയത്തിൽ CPM സ്വീകരിക്കുക. SNDP നേതൃത്വത്തിലെ BJP മനസ്സുള്ളവരെ തള്ളുകയും പ്രവർത്തകരെ ഇടതുപക്ഷത്തേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന പ്രതിരോധ രീതിയാണ് NSSന് സ്വീകരിച്ചത്. എന്നാൽ SNDP വോട്ടുകൾ എല്ലാം CPMന് അതിനിർണായകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ SNDPക്കാരെയും ഇടതുപക്ഷത്ത് ചേർത്ത് നിർത്തുകയാണ് ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം പരിശോധിച്ചപ്പോൾ SNDPയിലെ അംഗങ്ങളിൽ BJP വൽക്കരണം നടക്കുന്നുവെന്നാണ് CPM കണ്ടെത്തിയിട്ടുള്ളത്. ഈഴവ വോട്ടുകളാണ് CPMന്റെ ശക്തി. BDJX ക്ഷയിക്കുന്നുണ്ട് എന്ന് വരുത്തി അതിലെ അംഗങ്ങളെ CPMലേക്ക് എത്തിക്കാനുള്ള ദൗത്യം വേണമെന്നുമാണ് തീരുമാനം. CPM കുത്തകയായിരുന്ന ഈഴവ സ്വാധീന മേഖലകളിൽ BJP വോട്ടുകൾ ഉയർന്നിട്ടുണ്ട്. ഇത് ഗൗരവത്തോടെ തന്നെ CPM നോക്കിക്കാണുകയും ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SNDPയിലെ ഒരു ഭാഗം BJPക്ക് വേണ്ടി രംഗത്തിറങ്ങി. വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയടക്കം അതിൽ പങ്കാളിയായി മാറുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കരുതലുകളിലേക്ക് CPM പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് ശേഷമാണ് ഇത്രയും വലിയ തീരുമാനങ്ങൾ എടുക്കാൻ CPM നിർബന്ധിതരാകുന്നത്. ഈഴവ വോട്ടുകൾ നേടിയാൽ മാത്രമേ തുടർഭരണം കിട്ടുകയുള്ളൂ എന്ന് ഉറപ്പുള്ള സാഹചര്യത്തിലാണ് SNDPയെ കൂടെ നിർത്താൻ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.